ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ ഈസിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് പൊട്ടാറ്റോ ക്യാരറ്റും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ കുറുമ റെഡിയാക്കാം. ഈ ഒരു വെജിറ്റബിൾ കുറുമ ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 3 പൊട്ടാറ്റോ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. 2 ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീട്രൂട്ടും പൊട്ടാറ്റോ എല്ലാം ഇതുപോലെ ചെറുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി 6 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇതിലോട്ട് കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിന് നല്ല കളറുള്ളതുകൊണ്ട് കറി നല്ല കളറുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലൊരു 2 വിസിൽ വരുത്തി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. വെജിറ്റബിൾസ് എല്ലാം കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിതിലോട്ട് 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങ അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ ജാറിൽ അല്പം വെള്ളം ചേർത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പെല്ലാം വെജിറ്റബിൾസിൽ നന്നായി ഒന്ന് പിടിച്ചു വരണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പിലോട്ടുള്ള ഒരല്പം ഉപ്പ് കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 3 മിനിറ്റ് മൂടി വെച്ച് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോഴേക്കും അരപ്പെല്ലാം നന്നായി തന്നെ വെജിറ്റബിൾസിൽ പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാനിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലുള്ള വെച്ചിട്ടാണ് മൂടി വെച്ച് കൊടുത്തിരുന്നത്. ഇപ്പോൾ കറി നന്നായി ബോയിലായിട്ട് എല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഈ സമയം അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു വെജിറ്റബിൾ കുറുമ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും നമ്മൾ ഉണ്ടാക്കും, അത്രയും ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.